ജോ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശ. അതിനാവശ്യമായ 3 ഉരുളക്കിഴങ്ങ്, 3 സവോള, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. സവോള ചെറുതായി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് ഉണക്കമുളക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഒരു പ്രഷർ കുക്കറിൽ ഉരുളക്കിഴങ്ങ് നികത്തെ വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. ഏകദേശം 4 വിസിലിൽ നന്നായി വെന്ത് കിട്ടും. വെന്ത ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സ്ലൈസ് ചെയ്തിരിക്കുന്ന ഇഞ്ചി, ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി, ഉണക്കമുളക്, കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ എല്ലാം ഒന്ന് ഇളക്കി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. മസാല ദോശയ്ക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായി ദോശക്കല്ല് വെച്ച് സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യാം. ചൂടായ ദോശക്കല്ലിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെടുക്കാം. ദോശക്കല്ലിൽ 1.5 തവി ദോശമാവ് ഒഴിച്ച് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ദോശ ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നടുവിലിട്ട് കൊടുക്കാം. ദോശ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.